പ്രിയപ്പെട്ടവരെ നമസ്കാരം. അതിപുരാതനമായിട്ടുള്ള ഒരു വൈദ്യനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മുടപ്പത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ അഖിൽ രാജ മട്ടന്നൂർ. ഇന്ന് അതിരാവിലെ മഹാദേവനെ ദർശിക്കാനായി ഇവിടെ വന്നു ചേരുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദം തോന്നുകയും അതേസമയം നമ്മുടെ മഹാക്ഷേത്രങ്ങളൊക്കെയും ഇത്തരത്തിൽ നാമാവിശേഷമായി നശിച്ചു കിടക്കുകയാണല്ലോ എന്ന് തോന്നിയപ്പോഴും ആ ഒരു വിഷമം ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയപ്പോഴുമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ആ ക്ഷേത്രത്തിനെ പറ്റി ഈ ലോകത്തിലുള്ള മഹാദേവൻ്റെ ഭക്തരിലേക്ക് വിവരങ്ങൾ എത്തിക്കുക, ഒപ്പം ഇത്തരത്തിലുള്ള ചരിത്രക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ നമ്മളൊക്കെയും മുൻകൈ എടുക്കണമെന്ന് അറിയിക്കാനും അഭ്യർത്ഥിക്കാനും കൂടിയിട്ടാണ് ഒരു വീഡിയോ. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ ക്ഷേത്രത്തിലെ ഒരു സതീശേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഈ ക്ഷേത്രത്തിലേക്ക് വരണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ കഴിഞ്ഞ ആഴ്ചയും ഒക്കെ ആയിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ വന്നു. പക്ഷെ അന്നൊന്നും മഹാദേവനെ ദർശിക്കാൻ പറ്റിയില്ല. കാരണം ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. ഇവിടെ സാമ്പത്തികമായിട്ട് വലിയ രീതിയിലൊന്നും ഇല്ല. അപ്പോൾ ഇവർ രാവിലെ മാത്രമേ ഇവിടെ നട തുറന്ന് പൂജയുള്ളൂ. അപ്പോൾ ഇന്ന് മഹാദേവനെ ദർശിക്കാനായിട്ട് രാവിലെ വന്നിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാ വിശ്വാസികളിലേക്കും ചില കാര്യങ്ങൾ പറയണമെന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഇത് മുടപ്പത്തൂർ വൈദ്യനാഥ ക്ഷേത്രം, ചിരപുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രം. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ആ ഭഗവാനെ സാധന ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ ആ മഹാസാധകൻ, ആ യോഗിയുടെ സമാധി കൂടിയുണ്ട്. നമ്മുടെ ഈ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും പറയും ഇത്തരത്തിലെ സമാധി ക്ഷേത്രങ്ങളെ സ്വർഗാരോഹണ പ്രാസാദ ക്ഷേത്രം എന്നാണ് പറയുക. അവിടെ ആ സഹസ്രാര പത്മത്തിലേക്ക്, ആ പരബ്രഹ്മ തത്വത്തിലേക്ക് സ്വയം ലയിച്ചു ചേർന്ന ആ മഹാപുരുഷൻ്റെ ആ സാധനാമൂർത്തി അവിടെ പ്രത്യക്ഷമായിട്ട് നിൽക്കുന്ന മഹാക്ഷേത്രങ്ങളിൽ ചെന്ന് ദർശനം ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെയും മാറി തൻ്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ട് ആ പരമ്പൊരുളായിട്ടുള്ള ഓങ്കാര സ്വരൂപനിലേക്ക് ലയിച്ചു ചേരുന്നതാണ് പറയുക. അപ്പോൾ അത് നമുക്ക് പോകെ സംസാരിക്കാം. ഇപ്പോൾ ഇവിടെ ഇത് മട്ടന്നൂരിൽ നിന്നൊരു 10-12 കിലോമീറ്റർ ദൂരെ മാറിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ വഴി പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പുറകിൽ കാണുന്നത് ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. ഞാൻ ഈ ക്യാമറ മാറ്റി ഇനി മുൻപിലേക്കിടാം. ഞാനിപ്പോൾ പുറകിൽ കണ്ട റോഡ് ഇങ്ങനെ വന്ന് ചേരുക ചെയ്യുക, ഒരു വയ്യ ആകൃതിയിൽ ഇവിടെ വന്ന് ചേരും. ഇതിൽ നിന്ന് ഈ റോഡ് വഴി, ഉള്ളിലോട്ടുള്ള റോഡ് വഴി, ഇവിടെ ബോർഡൊക്കെ ഉണ്ട്, അങ്ങനെ മുന്നോട്ട് വരികയാണെങ്കിലാണ് ഈ വൈദ്യനാഥ ക്ഷേത്രം, സ്വർഗാരോഹണ പ്രാസാദ ക്ഷേത്രം. ഈ ഭൂമിയിലേക്ക് വരുമ്പം തന്നെ നമുക്ക് ഇവിടുത്തെ എനർജി, ആ ചൈതന്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. മുകളിലോട്ട് വരുമ്പം തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ പോസിറ്റീവ് എനർജി വന്ന് നിറയാണ്. അപ്പോൾ ഇത് ഇവിടത്തേക്ക് എങ്ങനെയാണ് വരേണ്ടതെന്ന് ഞാൻ പറയാം. നമ്മുടെ കൂത്തുപറമ്പ് ഭാഗത്തുനിന്ന് വരുന്ന, തലശ്ശേരി ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ കൂത്തുപറമ്പിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാനന്തേരി എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, ഈ മാനന്തേരി അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അവിടെ നിന്ന് ഇടതുവശത്തേക്കുള്ള റോഡ് വഴി വന്നിട്ട് ഒരു 2 കിലോമീറ്റർ മാക്സിമം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെത്തും. തളിപ്പറമ്പ് വഴി അല്ലെ പയ്യന്നൂർ ഭാഗത്തുനിന്ന് മട്ടന്നൂർ വഴി വരുന്നവർക്ക് അവിടുന്ന് തലശ്ശേരി റോഡിൽ, മട്ടന്നൂരിൽ നിന്ന് തലശ്ശേരി റോഡിലേക്ക് ഒരു കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ കാഞ്ഞിലേരി എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. ആ കാഞ്ഞിലേരി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഇടതുവശത്തേക്കൊരു 2 വരി പാതയുണ്ട്. അതുവഴി ഒരു 4 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഒരു കുന്ന് കയറുമ്പം വലതുവശത്തേക്കായിട്ട് പിന്നെ ഒരു പോക്കറ്റ് റോഡാണ്. അതുവഴി സഞ്ചരിച്ച് കുറച്ച് ഉള്ളിലേക്ക് എത്തണം. ഇത് അങ്ങനെ സിറ്റിയുടെ നടുവിലല്ല. അപ്പോൾ അവിടെ സഞ്ചരിച്ച് ഒരു 3-4 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ മുടപ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ഇപ്പോൾ ഇവിടെ ഈ മഹാദേവ ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ്, ഇവിടെ പുനരുദ്ധാരണമൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടത്തേക്ക് ഭക്തജനങ്ങൾ മെല്ലെ മെല്ലെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ എത്തിച്ചേരാൻ പറ്റുക എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഏതൊരു മഹാക്ഷേത്രവും അതിൻ്റെ പുനരുദ്ധാരണം നടക്കുന്ന സമയത്താണത്രേ അവിടെയുള്ള ചൈതന്യം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, അനുഭവപ്പെടുക. ആ സമയത്ത് ഭക്തന്മാർക്ക് വന്ന് പങ്കുചേരാൻ പറ്റുന്നതാണത്രേ ഏറ്റവും വലിയ മഹാഭാഗ്യം.
ഇതാ എൻ്റെ പുറകിലാണ് ആ മഹാക്ഷേത്രം കാണാം. ഇവിടെ ഈ പടിക്കെട്ടുകൾ കയറിയിട്ട് ആ ക്ഷേത്രത്തിലേക്ക് പോകണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മട്ടന്നൂർ ഭാഗത്തുനിന്നും വരാം, അതേപോലെ കൂത്തുപറമ്പ് ഭാഗത്തുനിന്നും വരാം. ഇവിടത്തേക്ക് വരാനുള്ള ആഗ്രഹമുള്ളവർക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നൽകുന്നതാണ്. നമുക്ക് ഈ പടിക്കെട്ടുകൾ കയറിയിട്ട് വൈദ്യനാഥ ഭാവത്തിലുള്ള മുടപ്പത്തൂർ മഹാദേവനെ ദർശിക്കാം. എന്തുകൊണ്ട് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ക്ഷേത്ര ദർശനം മാത്രമല്ല. ശരിക്കും നമ്മൾ വിശ്വാസികളായിട്ടുള്ളവർ നമ്മൾ അടുത്തുള്ള മഹാക്ഷേത്രങ്ങളെ പലപ്പോഴും മനസ്സിലാക്കാതെ, അതിനോടൊന്നും ഒരു പ്രാധാന്യം കൽപ്പിക്കാതെ ദൂരദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകും. എന്നിട്ട് അവിടെ നമ്മൾ ആവുന്ന പോലെയൊക്കെ വഴിപാട് ചെയ്യും, പ്രാർത്ഥിക്കും. പക്ഷേ ശരിക്ക് അത്തരത്തിലാണോ ചെയ്യേണ്ടത്? നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിൽ തകർന്നു കിടക്കുന്ന മഹാദേവ ക്ഷേത്രങ്ങളും വൈഷ്ണവ ക്ഷേത്രങ്ങളും ദേവീ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ എന്തുകൊണ്ട് നമ്മൾ പോണില്ല? നമ്മുടെ മനസ്സർപ്പിച്ച് നമ്മൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണില്ല? നമ്മുടെ വിശ്വാസ ആചാരധർമ്മങ്ങളെ അനുവർത്തിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഭഗവാന്മാരും ഒരേ ചൈതന്യമല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ വരണം. നമ്മളിവിടെയുള്ള ആ ഭഗവാനെ ദർശിക്കണം. നമ്മുടെ ആത്മാവിനും മനസ്സിനും ഒക്കെ ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ശരിക്ക് അറിയാത്തവർക്കായിട്ട് പറയാണ്, നമ്മുടെ ഈ ശിലാവിഗ്രഹങ്ങളുള്ള മഹാദേവ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഏത് ദേവക്ഷേത്രങ്ങളിലായിട്ട് അവിടെ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് സ്വയംഭൂ ആണ്. ഇപ്പോൾ സ്വയംഭൂ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അവിടെ പ്രത്യേകിച്ച് ആരും പ്രതിഷ്ഠിച്ചതല്ല. രണ്ടാമത്തത് ഈശ്വരന്മാർ, ഇപ്പോൾ പരശുരാമ ഭഗവാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഭഗവാന്മാർ പ്രതിഷ്ഠിച്ച, ശ്രീരാമസ്വാമി പ്രതിഷ്ഠിച്ച, അങ്ങനെ പറയുന്ന ഈശ്വരന്മാർ ഭഗവാന്മാർ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹങ്ങൾ, ക്ഷേത്രങ്ങൾ. രണ്ടാമത്തേതായിട്ടുള്ളത് ഋഷീശ്വരന്മാർ, മഹാസാധകന്മാർ, അങ്ങനെയുള്ളവർ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ഒന്നുള്ളത് രാജാക്കന്മാർ, വലിയ വലിയ രാജാക്കന്മാർ, ചക്രവർത്തിമാർ, അങ്ങനെയുള്ള ആൾക്കാർ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതിൻ്റെയും ഒക്കെ മാറി നിൽക്കുന്ന ഒന്നാണ് സ്വർഗാരോഹണ പ്രാസാദ ക്ഷേത്രം. അതായത് യോഗീശ്വരന്മാർ വർഷങ്ങളോളം, ചിലപ്പോൾ നൂറ്റാണ്ടുകളോളം, ഓരോ തലമുറകളായിട്ട് അവിടെ സാധന ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി, അവർ എവിടെയാണോ അവർ സാധന ചെയ്ത് ആ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത് അവിടെ അവരുടെ സമാധിയോട് ചേർന്ന് അതിൻ്റെ മുകളിലായിട്ട് ആ ഭഗവാനെ പ്രതിഷ്ഠിക്കുന്ന ഒരു സമ്പ്രദായമാണ് സ്വർഗാരോഹണ പ്രാസാദ ക്ഷേത്രം. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ എത്തിയാൽ തന്നെ മോക്ഷമാണെന്ന് പറയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ മുടപ്പത്തൂർ ക്ഷേത്രത്തിലേക്ക് ആവുന്ന രീതിയിലൊക്കെയും സഹായങ്ങൾ ചെയ്യാനും ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് ഈ ഭഗവാനെ ദർശിക്കാനും കൂടിയിട്ടാണ് ഈ വീഡിയോ. നേരത്തെ പറഞ്ഞതുപോലെ വളരെ വളരെ പോസിറ്റീവ് എനർജിയുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഇത് പഴശ്ശിരാജാവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ക്ഷേത്രവിരോധികളായിട്ടുള്ള ആൾക്കാർ എത്തിച്ചേരി അവർ തകർക്കുകയും ചെയ്തു. ഇവിടെ അടുത്ത് തന്നെയാണ് പഴശ്ശിരാജാവ് അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉള്ളത്. അപ്പോൾ അവിടെ ബ്രിട്ടീഷുകാരും പിന്നീട് അങ്ങോട്ട് അവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളും നശിപ്പിച്ചിട്ടുണ്ട് എന്നും ചരിത്രകാരന്മാർ വഴി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തോ ആവട്ടെ, അക്കാലത്ത് അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഇന്ന് ജീവിക്കണ ഈ കാലഘട്ടത്തിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒരു ക്ഷേത്രം നവീകരിക്കപ്പെടുക മാത്രമല്ല, നമ്മളെ പൂർവികർ നമ്മളിലേക്ക് പകർന്നു തന്ന ആ സംസ്കാരത്തെ ജീവിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ ചെയ്യണത്. എന്തായാലും ഈ മഹാദേവ ദർശനത്തിനായിട്ട് ഈ പടിക്കെട്ടുകൾ കയറി നമുക്ക് മുകളിലോട്ട് പോകാം. ഇതിനോട് ഈ ഗ്രാമത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ഇവിടെയുള്ള ആൾക്കാർ പറയണ്ടായി, ഈ ഗ്രാമത്തിൽ ഇവിടെ പണ്ട് കാലത്ത് യോഗിമാരൊക്കെ തപസ് ചെയ്ത മുനിയറകളും ഒക്കെ കാണാമെന്ന്. ഞാൻ ക്യാമറ സ്വിച്ച് ഈ പടിക്കെട്ടുകൾ കയറി നമ്മളിതാ മുകളിലേക്ക് പോവുകയാണ്. ഓരോ പടിക്കെട്ട് കയറുമ്പോഴും ആ മഹാസാധകൻ ഏത് തരത്തിലാണോ സാധന ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത്, അത്തരത്തിൽ നമ്മുടെ ആ മൂലാധാര ചക്രത്തിൽ നിന്നും
ആ സ്വാധിഷ്ഠാനം, മണിപൂരകം, അങ്ങനെ വിശുദ്ധി, ആജ്ഞ, അങ്ങനെ ഓരോ തലങ്ങളും ഉയർന്ന് ആ സഹസ്രാര പത്മത്തിലേക്ക് എത്തുന്നു എന്ന ചിന്തയിൽ നമ്മൾ ഇത്തരത്തിലുള്ള പടിക്കെട്ടുകൾ കയറുകയാണെങ്കിൽ പിന്നെ ഭഗവാൻ തന്നെ നമ്മളായി മാറണ ഒരു അനുഭൂതി ഉണ്ടാവും. അവിടെ ഭഗവാൻ നട തുറന്ന് നിൽക്കുകയാണ്. ഈ ബലിക്കല്ല് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര പൗരാണികമാണെന്ന്. നമ്മുടെ ആചാരക്രമങ്ങളനുസരിച്ചിട്ട് ഭഗവത് വിഗ്രഹത്തിൻ്റെ വീഡിയോ നമ്മൾ പകർത്താറില്ല. അതുകൊണ്ട് അല്പം മാറി നിൽക്കുകയാണ്. ഈ ഭഗവാനെ ദർശിക്കാൻ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ തന്നെ വരേണ്ടതാണ്. ഇവിടെ ഇതാ നല്ല പ്രായമുള്ള, നല്ല പഴക്കമുള്ള, ഇവിടുത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ കൂവള മരം നിൽക്കുകയാണ്. ഇവിടെ ഇതാ നമ്മുടെ മടപ്പത്തൂര് മഹാദേവ ക്ഷേത്രം. ഈ നമസ്കാര മണ്ഡപവും ഈ ശ്രീകോവിലൊക്കെ ഇപ്പം അടുത്ത കാലത്താണ് നവീകരിച്ചത്. ഇവിടെ ഇപ്പോൾ ഇതാ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ട്, എൻ്റെ പുറകെ കാണുന്ന ഈ വട്ടശ്രീകോവിൽ അത് തന്നെ നോക്കൂ. വട്ടശ്രീകോവിലുള്ള മഹാദേവ ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. ഇപ്പം അത് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ സഹായത്തോടു കൂടി അവരുടെ നിരന്തരമായ പരിശ്രമം വഴി ഈ വട്ടശ്രീകോവിൽ ഇപ്പോൾ നവീകരിച്ചു. ചെമ്പ് പാകി നമസ്കാര മണ്ഡപമൊക്കെ അവർ ഭംഗിയാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയതിടത്തോളം ഒരു 50 വർഷത്തോളം ഇവിടെ പൂജയോ ഒന്നുമില്ലാതെ നശിച്ചു കിടക്കായിരുന്നു അത്രേ. സാമൂഹ്യ വിരുദ്ധരുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു അത്രേ ഈ മടപ്പത്തൂര്. മഠം പത്തൂര് എന്നാണ് അത്രേ പണ്ട് കാലത്ത് ഇവിടെ പറഞ്ഞിരുന്നത്. 10 മഠങ്ങൾ ഉണ്ടായിരുന്നു, അത് പിന്നീട് നശിച്ചു പോയി. അപ്പം അങ്ങനെയാണ് അത്ര ഈ മൊടപ്പത്തൂര് എന്ന് പറയുന്ന ആ സ്ഥലത്തിന് പേര് വന്നത്. ഇപ്പോൾ വൈദ്യനാഥ ഭാവത്തിൽ, വൈദ്യനാഥൻ എന്ന് പറയുന്ന മഹാദേവൻ്റെ ഭാവത്തെ കേവലം ഒരു ആരോഗ്യ സംബന്ധിയായിട്ടുള്ള കാര്യം മാത്രമാണോ എന്ന് ചിന്തിക്കുന്നത് ഒരു വിരോധാഭാസമായിട്ട് തോന്നാറുണ്ട്. ശരിക്ക് നമ്മുടെ മനസ്സിലെ എല്ലാ ആകുലതകളെയും, മനസ്സിലെ എല്ലാ വ്യാധികളെയും മാറ്റി ശരീരത്തെ വജ്രതുല്യമാക്കി മാറ്റി ആ ഭഗവാൻ ഏത് തരത്തിലാണോ ആ പരമാനന്ദ സ്വരൂപനായി ലയിച്ചു നിൽക്കുന്നത് അതേ തലത്തിലേക്ക് ഭക്തനെ ഉയർത്തി ജീവിതത്തിലും ആ ഭഗവാന്റെ, ആ ഭക്തൻ്റെ ഓരോ നിമിഷത്തിലും മോക്ഷദായകമായിട്ടുള്ള അനുഭൂതികൾ നൽകുക എന്ന് തന്നെയായിരിക്കും ഒരുപക്ഷെ വൈദ്യനാഥ ഭാവത്തിലുള്ള ഭഗവാന്റെ ആ ചൈതന്യ രഹസ്യം എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ പെരുവിരലിൽ നിന്ന് ശരിക്കും ആ ഒരു ചൈതന്യം അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ നാലമ്പലത്തിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. ഓരോ കല്ലും അവർ പ്രാർത്ഥിച്ചു വയ്ക്കുമ്പോൾ കേവലം ഒരു മഹാക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം മാത്രമല്ല നടക്കുന്നത്, ഇവിടെ ഒരു സംസ്കാരത്തിൻ്റെ പുനർജനി കൂടിയാണ് നടക്കുന്നത്. ഈ അതിപ്രാചീനമായിട്ടുള്ള സമാധിയോടുകൂടി ചേർന്നിട്ടുള്ള, ഇതേ നോക്കൂ ആ വീഡിയോയിൽ അവിടെ കാണാൻ പറ്റണ, അതാ ഈ വിരലിന് നേരെ കാണാൻ പറ്റണത് ആ ചെറിയൊരു സ്ട്രക്ചർ കാണുന്നുണ്ടാവും അവിടെ പുല്ലൊക്കെയായിട്ട്. അത് ഞാൻ ക്ലോസപ്പായിട്ട് കാണിച്ചു തരാം. അവിടെയാണ് ആ യോഗീശ്വരൻ്റെ സമാധി ഉള്ളത്. ചിലപ്പോൾ ബിംബത്തിന് നേരെ താഴെയായിട്ടും ചിലപ്പോൾ ശ്രീകോവിലിനോട് ചേർന്നിട്ടും ഇത്തരത്തിലുള്ള സമാധി ക്ഷേത്രങ്ങൾ, സമാധി കാണാം. എന്ത് ഭംഗിയായിട്ടുള്ളൊരു ക്ഷേത്രമാണ് നോക്കൂ. ശരിക്കൊരു പീഠത്തിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് തോന്നും. അല്പം ഉയർന്ന് ഒരു ചതുരാകൃതിയിൽ ഉയർന്ന് നിൽക്കുന്ന ഒരു ഭൂമിയിൽ ഒരു ക്ഷേത്രം. പഴയ ഫോട്ടോസൊക്കെ കാണാനൊരു ഭാഗ്യമുണ്ടായി. അസാധ്യ ഭംഗിയിൽ നിർമ്മിച്ചൊരു മഹാക്ഷേത്രം പൂർണ്ണമായി തകർന്നു പോയിരുന്നു. ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ എന്താ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കണില്ലേ എന്ന്. ഇവിടെ ഓരോ കല്ലും എത്തിക്കാനായിട്ട് ഇവിടെയുള്ള ഈ സേവാ സമിതിക്കാർ, ഭഗവാന്റെ ഭക്തർ എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്ന് ഒന്ന് വന്ന് കണ്ടാൽ മാത്രമേ പലപ്പോഴും മനസ്സിലാവുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഇപ്പോൾ നാലമ്പലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് നടക്കുന്നത്. അവിടെ വളരെ ചെറിയ രീതിയിൽ ഓം നമ ശിവായ മന്ത്രം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. വേറൊരു വിശേഷം പറയട്ടെ, ഈ ക്ഷേത്രത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് തോന്നിയൊരു കാര്യമാണ്, ഈ നാലമ്പലത്തിൻ്റെ അകത്ത് തന്നെ കുട്ടിശാസ്തപ്പൻ അവിടെ വിഷ്ണുമൂർത്തിയായിട്ടും ഈ ഭഗവാനെ ഇവിടെ പറയുന്നുണ്ട്. അത് ഈ നാലമ്പലത്തിനകത്തേക്ക് വരികയാണ്. ഇപ്പോൾ ഈ നടന്നു വരുന്ന അദ്ദേഹം ഈ സമിതിയിലെ ഒരു പ്രധാന കാര്യകർത്താവാണ്.
അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള ഒത്തിരി പേരും നിരന്തരം വർഷങ്ങളോളം ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ശാസ്താവ്, വനശാസ്താവിന് പൂജ നടക്കുകയാണ്. ആ പൂജ നടന്നതിന് ശേഷം മാത്രം നമുക്ക് അങ്ങോട്ട് പോകുന്നതാണ് ഭംഗി. അവിടെ നേദ്യം കൊടുക്കുകയാണ് ഭഗവാന്. കുട്ടി ശാസ്തപ്പൻ ഇവിടെ കാണാം. ഈ വട്ടശ്രീകോവിൽ ഇവിടെ ഒക്കത്ത് ഗണപതിയെയും കാണാം. ഓം നമ ശിവായ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ശരിക്കൊരു ക്ഷേത്രത്തെ പരിചയപ്പെടുത്തുക എന്നതല്ല, ക്ഷേത്രങ്ങളിങ്ങനെ അനവധി നമ്മുടെ നാട്ടുകളിലുണ്ട്. തകർന്നു കിടക്കുന്നതും അതീവ ശോഭയോടുകൂടി തിളങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഒത്തിരി മഹാക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഈ മുടപ്പത്തൂർ വളരെ പ്രാധാന്യത്തോടെ എടുത്തു പറയേണ്ടത്, ഒന്ന് ഈ പ്രദേശത്തിൻ്റെ ഭംഗി, രണ്ട് വൈദ്യനാഥ ഭാവത്തിലുള്ള ഭഗവാൻ, പിന്നെ സ്വർഗാരോഹണ പ്രാസാദ ക്ഷേത്രമാണ്. ഇവിടെ സമാധിയുണ്ട്. ആ സമാധിയുള്ള ക്ഷേത്രങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ഇതിനേക്കാളും മികച്ച വേറൊരു സ്ഥലമില്ല എന്ന് പറയാം. അവിടെ നമുക്ക് ആ ഒരു എനർജി തീർച്ചയായിട്ടും അനുഭവിച്ചറിയാനും സാധിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും വലിയ വലിയ ക്ഷേത്രങ്ങളെ അന്വേഷിച്ച് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ഓടി നടക്കാറുണ്ട്. പക്ഷേ നമ്മുടെ അടുത്തുള്ള, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഗ്രാമക്ഷേത്രങ്ങളെ, ഇത് ഗ്രാമക്ഷേത്രമാണെന്ന് പറയുന്നത് ഒരുപക്ഷെ തെറ്റാണ്. കാരണം ഇത് ഒരു ദേശദേവനായിട്ട് മാത്രമല്ല, ഈ നാടിൻ്റെ മുഴുവൻ, ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ട് നിൽക്കുന്ന വൈദ്യനാഥ ഭഗവാനാണ്. ഇത്തരത്തിലുള്ള മഹാക്ഷേത്രങ്ങളിലേക്ക് നമ്മളെ കൊണ്ടാവുന്നത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അത് മനസ്സുകൊണ്ടാവട്ടെ, ധനം കൊണ്ടാവട്ടെ, പ്രവൃത്തി കൊണ്ടാവട്ടെ, ഏതൊക്കെ തരത്തിൽ ഇത്തരത്തിലുള്ള മഹാക്ഷേത്രങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും വേണ്ട. എല്ലാ ദിവസവും ഈ ഭഗവാന് എൻ്റെ വകയൊരു കൂവളത്തില കൊണ്ടുള്ളൊരു മാല എന്ന രീതിയിൽ സങ്കല്പിച്ചാൽ തന്നെ ഇത്തരത്തിലുള്ള ഭഗവാന്റെ മുമ്പിലേക്ക് ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേരും. ഭക്തജനങ്ങൾ എത്തിയാൽ മാത്രമേ ഭഗവാനും ആ സന്തോഷം ഉണ്ടാവുള്ളത്രേ. ഈ കാനനത്തിൽ നേരത്തെ ഞാൻ പറയണ്ടായി, ഒത്തിരി ഉള്ളോട്ട് യാത്ര ചെയ്യണം. സത്യം പറഞ്ഞാൽ പലരോടും ചോദിച്ചിട്ടാണ് ഇവിടെ എത്തിയത് തന്നെ. പക്ഷെ എത്തിയപ്പോഴാണ് ഇന്നത്തെ ദിവസമല്ല, ഇന്നത്തെ വർഷമല്ല, ഈ ജീവിതം തന്നെ ധന്യമായി എന്ന് തോന്നുന്ന ഒരു അനുഭൂതി ഉണ്ടായത്. ഭഗവാനെ, തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഇത് ഭഗവാൻ ആഗ്രഹിക്കാതെ, ഇവിടെയുള്ള മഹാസാധകൻ ആഗ്രഹിക്കാതെ ഉറപ്പായിട്ടും ഈ വീഡിയോ ആരുടെ കയ്യിലും എത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ തന്നെയാണ് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എതിർച്ചയായാണെങ്കിലും അങ്ങയുടെ കയ്യിൽ ഈ വീഡിയോ എത്തുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം എപ്പോഴാണോ സമയം കിട്ടുക അന്വേഷിച്ച് വരേണ്ട ഒരു മഹാക്ഷേത്രമാണ്. അല്പസമയം ഇവിടെ ഇരിക്കുക. ഇവിടെ ആ ബലിക്കല്ലൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര പ്രാചീനമായിട്ടുള്ള ക്ഷേത്രമാണെന്ന്. ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ഇവിടെയുള്ള ആൾക്കാരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുക്കാം. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഈ ഭഗവാനെ ദർശിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. കൂട്ടത്തിൽ ഒന്നും കൂടി പറയട്ടെ, ഇവിടെ സരസ്വതി ദേവിയുടെ ഒരു സ്ഥാനം കൂടി ഉണ്ട്. വേറൊരു വിശേഷമുള്ളത്, ഈ ക്ഷേത്രത്തിന് കുറച്ച് താഴെയായിട്ട് വടക്ക് ഭാഗത്തായിട്ട് ഒരു ചെറിയ ജലാശയമുണ്ട്. അവിടെ ഒരിക്കലും ജലം വറ്റില്ല. എപ്പോഴും അത് മഴക്കാലാണെങ്കിലും പെരുമഴക്കാലാണെങ്കിലും കടുത്ത വേനലാണെങ്കിലും എപ്പോഴും ആ വെള്ളം അങ്ങനെ തന്നെ ഉണ്ടാവത്രേ. അത് ഭഗവാന്റെ ബിംബം വെക്കണ യോനിപീഠം ഉണ്ടല്ലോ, ഏതാണ്ട് അതേ ആകൃതിയിലാണെന്ന് മനസ്സിലായി. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടെയുള്ള മുനിയറകളൊക്കെ. അപ്പോൾ മുനിയറകളിലൊക്കെ ഇന്ന് ഇവിടെയുള്ള വിശ്വാസികൾ വിളക്കൊക്കെ തെളിയിക്കുന്നുണ്ട്. ഒരുപാട് കഷ്ടതകളിലൂടെ മുന്നോട്ട് പോയിരുന്ന ഒരു ഗ്രാമമായിരുന്നു അത്രേ അത്. അന്ന് എല്ലാ സ്ഥലത്തും കഷ്ടതകളും ദാരിദ്ര്യം തന്നെയാണ്. എന്നിരുന്നാലും കുറേയേറെ വിഷമതകൾ ഉണ്ടായിരുന്ന ആ നാട്ടിൽ ഈ ക്ഷേത്രത്തിൽ വിളക്ക് തെളിയിച്ച് ഇവിടെ പൂജകളൊക്കെ ചെയ്തോടുകൂടിയാണത്രേ അവിടത്തേക്ക് ഈ നാട്ടിലൊരു ചൈതന്യം ഉണ്ടായതെന്നും കൂടി മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ കൂടുതലൊന്നും ഈ മഹാദേവൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയാൻ നമ്മൾ ആരും യോഗ്യനല്ല. നമുക്കതിനുള്ള ഒരു തരത്തിലുള്ള അറിവോ പരിജ്ഞാനമോ ഒന്നുമില്ല. ഈ ക്ഷേത്രത്തിലേക്ക് വരണം. ക്ഷേത്രത്തിലേക്ക് വന്ന് ഏതൊക്കെ തരത്തിൽ ഈ സമിതിയെയും ഈ ഭഗവാനെയും സേവിക്കാൻ പറ്റുമോ അത്തരത്തിലൊക്കെ ചെയ്യുക. അപ്പോൾ
ഒന്ന് രണ്ട് ഭഗവാന്റെ ആ വിഷ്വൽസിൻ്റെ ഷോട്ട് കൂടി കാണിച്ച് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുകയാണ് ഭഗവാന്റെ മുമ്പിൽ.